നമുക്ക് ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. നമ്മളിത് എണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിക്കാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കുട്ടികൾക്ക് ഈ പ്രിസർവേറ്റീവും പിന്നെ നമ്മൾ ഈ ഇന്ന് മധുരത്തിന് പകരം ചേർക്കുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസൊക്കെയാണ് ചേർത്തിട്ട് വരുന്നത്. ബിസ്ക്കറ്റിൽ മാത്രമല്ല എല്ലാത്തിലും. അപ്പോൾ നമ്മൾ കാഷ്യൊക്കെ ഇതിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഇത് സ്റ്റോർ ചെയ്യാം. 1-2 ആഴ്ചയൊക്കെ വീട്ടിൽ ഇത് നമുക്ക് കുപ്പിയിലിട്ടിട്ട് സ്റ്റോർ ചെയ്യാം. നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ഓവനിലല്ലാതെ തന്നെ വേറെയും ഒരുപാട് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ബണ്ണിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ആട്ടമാവ് ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി. പിന്നെ ഒപ്പം തന്നെ 1/2 കപ്പ് റവയാണ് കേട്ടോ. ചെറിയ തരികളുള്ള റവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കണത് കേട്ടോ. പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് ചേർക്കണത്. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റിയിട്ടുണ്ട്. 1/2 കപ്പ് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര മധുരമായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് നെയ്യാണ്. നെയ്യ് നല്ലൊരു ഫ്ലേവറായിട്ട് ഇതിന് കിട്ടുക. നമുക്ക് ആ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ തിരുമ്മി തേച്ച് പിടിപ്പിക്കണം. ഇതാണ് ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഭാഗം. ഈ നെയ്യ് നമ്മൾ ഇതിലത്തെ ഓരോ തരിയിലും എത്തുന്ന രീതിയിൽ നമ്മളിതുപോലെ പൊടിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചേർക്കണം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് ഞാൻ അവിടെ 1/4 കപ്പ് പാലാണ് എടുത്തേക്കണത്. തിളപ്പിച്ചാറിയ പാലാണ്. 1/4 കപ്പിൻ്റെ ഒരു ഫുള്ള് നിറച്ചിട്ട് ഇല്ല കേട്ടോ. അതിൻ്റെ താഴെ കണ്ടാണ് എടുത്തേക്കണത്. 1 ടേബിൾ സ്പൂണൊക്കെ കുറവായിരിക്കും. അത് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും റവയുടെയും ഗോതമ്പിൻ്റെയൊക്കെ ആ ഒരു അതിൻ്റെ വലിച്ചെടുക്കുന്ന ആ ഒരു ഇതനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ കുഴച്ച് വരുമ്പോൾ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇവിടെ ഈ പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനും വേണ്ടി വന്നു. ഇത് കറക്റ്റായിരുന്നു. കൂടുതൽ ഒഴിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പം മാവ് ഇത് ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാഷ്യൂ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിരിക്കണം. അതിൽ ജലാംശമൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ എന്നിട്ട് വേണം നമ്മൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് അതൊന്ന് സെറ്റാവണം. ആ റവയും ഒക്കെ അതിലിരുന്ന് ഒക്കെ ആയിട്ടൊന്ന് സെറ്റായി വരണം. അപ്പോൾ അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടാം. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്കിതിൽ ഉരുളകളാക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ചെറിയ ഉരുളകളാക്കിയാൽ മതിയാവും. ഇപ്പോൾ ഈ കാണുന്ന ഈ ബിസ്ക്കറ്റിനെക്കാട്ടും കുറച്ചും കൂടി ചെറുതാക്കാൻ വേണമെങ്കിൽ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ കനം നമ്മൾ മേടിക്കുന്ന ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു കനം എങ്ങനെയാണ് ആ ഒരു കനത്തിൽ തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിൽ ഡിസൈൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ടീസ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരയുമ്പോഴും ശ്രദ്ധിക്കുക, വല്ലാണ്ട് താഴ്ത്തിയിട്ട് വരയരുത് കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോവും ബിസ്ക്കറ്റ്. പിന്നെ അതുപോലെ റൗണ്ടിൻ്റെ അറ്റത്തേക്കൊന്നും വരരുത്. നടുഭാഗത്തായിട്ട് തന്നെ വരകൾ നിന്നാൽ മതി. ഇങ്ങനെ വരഞ്ഞിട്ട് നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിം ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓയിൽ ചൂടാക്കുക. അതിന് ശേഷം ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് മറിച്ച് ഇടാം. അപ്പോൾ ഇട്ട ഉടനെ മറിച്ചിടരുത് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതിയാവും. അപ്പോൾ തിരിച്ചും മറിച്ചിടുമ്പോഴും കോരി എടുക്കുമ്പോഴും ഇത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടെക്സ്ചറിൻ്റെ പിന്നെ ചെറിയ വിള്ളലൊക്കെ എൻ്റെ വന്നിട്ടുണ്ട്. എൻ്റെ വലിയ തരികള റവകളാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ അഥവാ ഈ വന്നാലും ഈ വിള്ളലുകൾ നമ്മൾ എടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ആ വിള്ളലുകളെല്ലാം തനിയെ ചേർന്ന് കൊള്ളും. പിന്നെ അതുമല്ല നല്ല ഹാർഡായിട്ടും വരും ബിസ്ക്കറ്റ്. ഇപ്പോൾ എടുക്കുന്ന സമയത്തും ഇത് സോഫ്റ്റ് ആവട്ടെ. അത് വിചാരിച്ചിട്ട് വീണ്ടും മൊരിയിക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വറുത്ത് കോരിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതായത് നമ്മുടെ എല്ലാ ബിസ്ക്കറ്റുകളും ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയുമ്പോഴാണ് ഇത് നല്ലതായിട്ട് കട്ടി കൂടി വരും. തണുക്കും തോറും നല്ല ക്രിസ്പായിട്ട് വരും. കണ്ട, അപ്പോൾ ഞാൻ കോരി എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടിയുണ്ട്, ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട്.
അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.